കടലാക്രമണം മൂലം ഭയത്തോടെ കഴിഞ്ഞിരുന്നവരായിരുന്നു കൊച്ചി ചെല്ലാനം നിവാസികൾ. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി ഇവിടെയുള്ളവരുടെ ജീവിതം സമാധാനം നിറഞ്ഞതാണ്. കിഫ്ബിയുടെ സഹായത്തോടെ നിർമ്മിച്ച കടൽഭിത്തി ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഞാൻ ഈ നടക്കുന്ന കടലോര വോക്ക്വേ കണ്ടില്ലേ? എത്ര മനോഹരമാണല്ലേ? പക്ഷേ ഇതൊരു വിനോദസഞ്ചാരത്തിനായി നിർമ്മിച്ചതല്ല. ഒരു കടലോര ജനതയുടെ കണ്ണീരൊപ്പം നിർമ്മിച്ച പദ്ധതിയാണിത്. ഓരോ മഴക്കാലത്തും ഉള്ളതെല്ലാം കെട്ടിപ്പറുക്കി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോയ ഒരു ജനതയുടെ ജീവിതം തിരികെ പിടിച്ച പദ്ധതി. കടലൊന്ന് ആഞ്ഞടിച്ചാൽ ചെല്ലാനത്തുകാരുടെ നെഞ്ച് അതിലേറെ വേഗത്തിൽ ഇടിക്കുമായിരുന്നു. കൂറ്റൻ തിരമാലകൾ വീടിന്റെ ഭിത്തി തകർത്ത് അകത്തു കയറും. സ്വന്തമായുള്ളതെല്ലാം വലിച്ചെടുത്തു കൊണ്ടുപോകും. എന്നാൽ 2024 മുതൽ ഇവരുടെ ജീവിതം കടലിനെ ഭയക്കാത്തതാണ്. ഞങ്ങളുടെ പഴയ വിരയപ്പ് ഭയങ്കരമായിട്ടും കടൽ കയറി. വിരയുടെ പകുതി വരെയും കയറി. ഭയങ്കര എന്തോരം മണ്ണാണ്, ചെളിയൊക്കെയാണ് ഞാൻ വിരളത്തൊക്കെ ഉണ്ടായത്. അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് സുഖമാണ്. ഇപ്പം ഒരു കടലിയാറ്റവും ഇല്ല, ഒന്നുമില്ല. ഇപ്പം ഞങ്ങൾ പിര വെക്കണം. ചെല്ലാനം ഹാർബർ മുതൽ പുത്തൻതോട് ബീച്ച് വരെ 7.36 കിലോമീറ്റർ നീളത്തിലാണ് കടൽഭിത്തി നിർമ്മിച്ചത്. 2021 കിഫ്ബിയുടെ 344.2 കോടി രൂപയുടെ സഹായത്തോടെ നിർമ്മാണം തുടങ്ങി. തീരത്ത് കൂറ്റൻ പാറക്കല്ലുകൾ നിരത്തി. മുകളിൽ 2 ടൺ ഭാരമുള്ള ടെട്രാപോഡുകൾ സ്ഥാപിച്ചു. കരഭാഗം 3 മീറ്റർ ഉയരത്തിൽ കരിങ്കല്ലിട്ട് ഉയർത്തി. മുകളിൽ മനോഹരമായ വോക്ക്വേ നിർമ്മിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പദ്ധതി നടപ്പാക്കിയത്. കടൽ എത്ര കലി തുള്ളിയാലും ഇപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും വീട്ടിൽ തൊടില്ല. കടൽ സുരക്ഷിത സംഗതിയെല്ലാം കൊണ്ടും ഒക്കെയാണ്. ആൾക്കാർക്ക് ഒരുപാട് ഇതുകൊണ്ട് ഗുണങ്ങളുണ്ട്. ഈ കടൽ കയറുമ്പോഴൊക്കെ ഇഷ്ടംപോലെ വെള്ളം കരയിലൊക്കെ വന്നല്ലോ, ആ ചെല്ലെല്ലാം ഒഴിവായി. കടലിനെ പേടിച്ച് നാട്ടുകാർ ഉപേക്ഷിക്കാനിരുന്ന ഈ നാടിനെ പുറം നാട്ടുകാർ തേടിയെത്തുന്നു. It's very beautiful, very natural, very scenic and very peaceful. അടിപൊളി. ഇടയ്ക്ക് വരാറുണ്ട് ഞങ്ങളിവിടെ. കടൽക്കാറ്റും സൂര്യനെയും ആസ്വദിച്ച് കിലോമീറ്ററുകൾ നടക്കാമെന്നതാണ് വോക്ക്വേയുടെ പ്രത്യേകത. വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായതോടെ ചെല്ലാനത്തുള്ളവർക്ക് ഉപജീവന മാർഗം കൂടിയായി ഈ കടൽഭിത്തി. ജീവിതമാർഗമായി ചെയ്തുകൊണ്ടിങ്ങനെ കപ്പലിൽ കച്ചവടം കൊണ്ട് പോയി. എത്രയാണ് ഈ കാഴ്ചകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ചെല്ലാനം കടൽഭിത്തിയുടെ 2ാം ഘട്ടത്തിനായി സർക്കാർ 306 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. അങ്ങനെ നല്ല നല്ല മാറ്റങ്ങൾ വരട്ടെ. ക്യാമറാമാൻ അലോഷിക്കും സജയ്ക്കുമൊപ്പം സൈഫുനിസാലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.